എല്ലാവർക്കും നമസ്കാരം. +1 അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി പനയന്നാർകാവ് ചെയ്യുന്ന വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയാണിത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാംലാൽ, പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളാണ്. കഴിഞ്ഞ വീഡിയോകളിൽ +1 അപേക്ഷയിലെ സയൻസ് ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ ചെയ്തത്, നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏറ്റവും കൂടുതൽ കോമ്പിനേഷനുകൾ ഉള്ളത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിനാണ്. തൊട്ടു പിന്നാലെ സയൻസ് ഗ്രൂപ്പാണുള്ളത്. എന്നാൽ ഏറ്റവും കുറവ് കോമ്പിനേഷൻസ് ഉള്ളത് കൊമേഴ്സ് ഗ്രൂപ്പിനാണ്. പക്ഷെ കൊമേഴ്സ് ഇല്ലാതെ നമ്മുടെ ഈ ലോകമില്ലല്ലോ. കച്ചവടം, കയറ്റുമതി, ഇറക്കുമതി ഇല്ലാതെ ഒരു രാജ്യത്തിന് നിലനിൽപ്പ് ഇല്ല. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കോഡുകൾ നമുക്ക് നോക്കാം. കോഡ് 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അതാണ് അവിടുത്തെ സബ്ജക്ട് കോമ്പിനേഷൻസ്. കോഡ് 37 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കോഡ് 38 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ശ്രദ്ധിക്കണം, പൊളിറ്റിക്കൽ സയൻസ്. കോഡ് 39 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നമുക്ക് ഇതിൽ രണ്ട് കോമ്പിനേഷൻ മാത്രമേ പൊതുവെ എല്ലാവർക്കും അറിയാവൂ. അതിലൊന്ന് 36 ആണ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ 39 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് കൂടാതെ രണ്ട് സബ്ജക്ട് കോമ്പിനേഷനുകൾ കൂടിയുണ്ട്. വിവേകപൂർവ്വം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ്. ഈ 4 കോമ്പിനേഷൻസിനും നമ്മൾ വെയിറ്റേജിന് വേണ്ടി പരിഗണിക്കുന്നത് SSLC റിസൾട്ടിലെ സോഷ്യൽ സ്റ്റഡീസിന്റെയും മാത്തമാറ്റിക്സിന്റെയും മാർഗാണ്. അപ്പൊ കൊമേഴ്സും വളരെ നല്ല ഒരു ചോയ്സ് ആണ്. വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക. ചൂസ് വൈസ്ലി. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.